പക്ഷിപ്പനി ബാധയെ തുടർന്ന് ഹോട്ടലുകൾ കോഴിയിറച്ചിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇന്നും നാളെയും ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തമിഴ്നാട് അതിർത്തികളിൽ ജാഗ്രത ശക്തമാക്കി. പക്ഷിപ്പനിയെ തുടർന്ന് ബാധിത മേഖലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ജില്ലാ ഭരണകൂടം കോഴിയിറച്ചി, മുട്ട തുടങ്ങിയവയുടെ വിൽപ്പന നിരോധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. പ്രാഥമിക നമുക്ക് പരിഗണന ഇത് മനുഷ്യരിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളതാണ്, സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നത്. പക്ഷികളെ കള്ളുകയും അതോടൊപ്പം തന്നെ ഈ ബാക്കിയുള്ള 10 കിലോമീറ്ററിനകത്തുള്ള ചുരുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ട്രേഡിംഗ് നിർത്തലാക്കുന്നു. ശീതീകരിച്ച കോഴിയിറച്ചി ഉപയോഗിക്കാൻ അനുമതി തേടി കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഹോട്ടലുകൾ പൂട്ടിയിട്ടുള്ള സമരത്തിലേക്ക് കടന്നത്. ജില്ലയിലെ 1500 ഹോട്ടലുകൾ സമരത്തിന്റെ ഭാഗമാകും. വൻകിട ബ്രാൻഡഡ് സ്ഥാപനങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ വിൽപ്പനാ കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ചിട്ടില്ലെന്ന് ആരോപണവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്തെത്തി. അടിയന്തരമായി ഈ ബ്രാൻഡഡ് സ്ഥാപനങ്ങൾ അടപ്പിക്കുവാൻ അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. പക്ഷേ എത്രത്തോളം ഫലവത്തായി എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇവിടെ സാധാരണപ്പെട്ട ഹോട്ടലുകൾ മാത്രം അടപ്പിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇതിന്റെ തുടക്കത്തിൽ ഇത്ര ശക്തമായ പ്രതിഷേധം. പക്ഷിപ്പനി വ്യാപിച്ചതോടെ അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളിൽ അണുനശീകരണവും ആരോഗ്യ പരിശോധനയും തമിഴ്നാട് ശക്തമാക്കി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാനും തമിഴ്നാട് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ 1 ആലപ്പുഴ.